ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഏത്തപ്പഴം വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടും നല്ല ക്രിസ്പി ആയിട്ടും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വെറും 5 മിനിറ്റ് മതി ഈ ഒരു പഴംപൊരി തയ്യാറാക്കി എടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസുള്ള ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് തൊലി കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് എടുക്കണം. ഈ ഒരു രീതിയിലാണ് ഞാൻ പഴമെല്ലാം കനം കുറച്ച് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പഴവും മൈദപ്പൊടിയിലിട്ടൊന്ന് കോട്ട് ചെയ്ത് കൂടി എടുക്കണം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പഴമെല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ എല്ലാ പഴവും മൈദപ്പൊടിയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഈ മുട്ടയുടെ മിക്സിലേക്ക് 2 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കായിട്ട് 1/2 കപ്പ് അളവിൽ വറുത്ത സേമിയ കൂടി വേണം. ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സേമിയ എടുക്കുമ്പോൾ ഇതുപോലുള്ള തിന്നായിട്ടുള്ള സേമിയ വേണം എടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിലേക്ക് ഓരോ പഴവും എടുത്തിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയയിലിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള പഴമെല്ലാം പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ പഴവും പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. പഴം പൊരിച്ചെടുക്കാനായിട്ട് എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോ പഴവും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ സേമിയ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. ഇനി നമുക്കിതിൻ്റെ ഒരു വശം ഒന്നായി വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ പഴംപൊരിയുടെ 2 വശവും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടി നല്ലൊരു ഗോൾഡൻ കളറായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്നാക്ക് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള പഴം കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ വളരെ നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ദിവസം മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.